നാട്ടുകുളിഷന്റെ ന്യൂസ് എച്ച് വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രാദേശിക വാർത്തകൾ ചുരുക്കത്തിൽ. ഇനിയൊരു അപകട വാർത്ത കാണാം. പുഴയിലകപ്പെട്ട് 3 പേർക്ക് ദാരുണാന്ത്യം. കരിമ്പുഴ കൂട്ടിലക്കടവിലെ ചെറുപുഴയിലിറങ്ങിയ ബന്ധുക്കളായ 3 പേരാണ് ഒഴുക്കിൽപ്പെട്ട് മരിച്ചത്. തൃക്കടേരി കുറ്റിക്കോട് പാറക്കൽ വീട്ടിൽ പരേതനായ മുഹമ്മദ് മുസ്തഫയുടെ മകൾ റിസ്വാന, മണ്ണാർക്കാട് കരുവാരകുണ്ട് ചെറുമല വീട്ടിൽ അബൂബക്കറിന്റെ മകൾ ദീമ മെഹബ, കോട്ടോപ്പാടം പുറ്റാനിക്കാട് പുത്തൻ വീട്ടിൽ ഷംസുദ്ദീൻ്റെയും നബീസയുടെയും ഏകമകൻ ബാദുഷ എന്നിവരാണ് മരിച്ചത്. വ്യാഴാഴ്ച വൈകിട്ടാണ് അപകടം സംഭവിച്ചത്. അരപ്പാറയിലുള്ള ബന്ധുവീട്ടിൽ വിരുന്നിന് എത്തിയവരായിരുന്നു 3 പേരും. കൂട്ടിലക്കടവിൽ പുഴയ്ക്കപ്പുറത്തുള്ള തോട്ടം കാണാൻ വേണ്ടി ബന്ധുക്കളോടൊപ്പം എത്തിയപ്പോഴാണ് ഇവർ പുഴയിൽ ഇറങ്ങിയത്. ഉടൻ തന്നെ ട്രോമ കെയർ പ്രവർത്തകരും നാട്ടുകാരും ചേർന്നാണ് മൂവരെയും വെള്ളത്തിൽ നിന്ന് പുറത്തെടുത്തത്. ആശുപത്രിയിലെത്തിയ ഉടനെ റിസ്വാന മരണപ്പെട്ടു. തുടർന്ന് 9:30 ദീമയും രാത്രി 12 മണിയോടുകൂടി ബാദുഷയും മരണത്തിന് കീഴടങ്ങി. തൃക്കടേരി ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിനിയാണ് റിസ്വാന. മണ്ണാർക്കാട് നജാത്ത് കോളേജിൽ അവസാന വർഷ ബിരുദ വിദ്യാർത്ഥിനിയാണ് ദീമ. ശ്രീകൃഷ്ണവനം പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. കുറച്ച് പുറത്താണുണ്ടാവും. ഇന്ന് നടന്ന സ്ഥലത്ത് പ്രാദേശികവാസികളൊന്നും കുളിക്കുന്ന സ്ഥലമല്ല. സ്വാഭാവികമായിട്ടും 500 മീറ്റർ മുകളിലും 500 മീറ്റർ താഴെയായിട്ടാണ് കുളിക്കടവുകളുള്ളത്. അവിടെയുള്ള സമീപ പ്രദേശത്തുള്ളവർക്ക് കുളിക്കുന്ന സ്ഥലമുണ്ട്. പക്ഷെ എങ്ങനെയാണ് ഈ കുട്ടികൾ അവിടെ എത്തി എന്നുള്ളത് അറിയില്ല. സ്വാഭാവികമായിട്ടും ഞങ്ങൾ അനുമാനിക്കുന്നത് ഒരു 500 മീറ്റർ മുകളിലുള്ള കടവിൽ അവർ ഇറങ്ങിയിട്ടുണ്ടായിരിക്കും. അവിടുന്ന് കുട്ടികൾ കളിച്ച് അല്ലെങ്കിൽ നീന്തി പുറത്ത് താഴേക്ക് വന്നിട്ടുണ്ടാവും. ആ താഴേക്ക് വരുന്ന സ്ഥലത്ത് ഒരുപാട് ആഴമുള്ള സ്ഥലമാണ്. അവിടെയാണ് കുട്ടികൾ അകപ്പെട്ടിട്ടുള്ളത്. പിന്നെ അവിടേക്ക് എത്തിപ്പെടാനുള്ള പ്രശ്നം വണ്ടികളെത്താത്ത സ്ഥലമാണ്. ഏകദേശം ഒരു 5:30 മണിക്ക് ഈ അത്യാവശ്യം സംഭവിച്ചിട്ട് ഒരു 5:45 ഒരു 5:50 ആയിട്ടുണ്ടാവും കുട്ടികൾ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലെത്തി. ഫസ്റ്റ് വന്ന കുട്ടിക്ക് കുഴപ്പമില്ല, ചെറിയ ഇതുണ്ട്. രണ്ടാമത് വന്ന കുട്ടിക്കാണ് ഇപ്പോൾ ഈ പെട്ടെന്നുള്ള മരണം സംഭവിച്ചിട്ടുള്ളതാണ് ഇപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുള്ളത്. അത് അവിടുത്തെ ഉള്ള ഒരു അതിൻ്റെ തൊട്ടന്നെ ഉള്ള ഒരു വീട്ടുകാരെ വിളിച്ചിട്ടാണ് വാർഡ് മെമ്പറിനൊക്കെ എന്നെ വിളിച്ചു. അപ്പോൾ വിളിച്ചപ്പോഴാണ് അവിടെ കൂട്ടുകാരെയും ഫ്രണ്ട്സിനെയൊക്കെ ഗ്രൂപ്പിൽ അറിയിച്ചപ്പോൾ എല്ലാവരും കൂടെ വന്നു. അവിടെയുള്ള ആളുകളൊക്കെ നീന്താനും കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയുന്ന ആളുകളാണ്. അവരുടെയാണ് 3 കുട്ടികൾ 10-15 മിനിറ്റിലുള്ള രക്ഷാപ്രവർത്തനം. അവിടെയുള്ള കൂട്ടായ്മയിലുള്ള കുട്ടികൾ തന്നെയാണ് എല്ലാവരും രക്ഷപ്പെടുത്തി ഹോസ്പിറ്റലിൽ എത്തിച്ചു. കൂടുതൽ വാർത്തകൾക്കായി നാട്ടുവിഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.